അത് ചിലപ്പോൾ ഡിപ്പെൻസ് ഏത് ഷോപ്പിൽ വാങ്ങിക്കുന്നു. അതുപോലെ ഈ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു. ഇപ്പം നാട്ടിൻപുറത്ത് നിന്നൊക്കെ പണിത സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ഒരുപാട് കലർപ്പുണ്ടായിരിക്കും അതിനകത്ത്. അതേ സമയത്ത് ഇപ്പോൾ വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് അത്ര കലർപ്പില്ലാത്തതായിരിക്കും. ക്യാരറ്റ് 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 22 ക്യാരറ്റ് തന്നെ കാണും. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 18 ക്യാരറ്റ് പോലും ഇല്ല. 22 ക്യാരറ്റ് എന്നും പറഞ്ഞ് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പണിയിച്ചെടുക്കുന്ന സ്വർണം. കാരണം അവർ ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. എന്തെല്ലാം തരം കള്ളത്തരം കാണിക്കാമോ അതൊക്കെ കാണിക്കും. ഇപ്പോൾ ഒക്കെ പോട്ടെ, വലിയ ഒരു സ്റ്റാൻഡേർഡ് ജ്വല്ലറിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഗൾഫിൽ വെച്ച് അവരുടെ ഷോപ്പ് അവിടെയും ഉണ്ട്, ഈ കേരളത്തിലും ഉണ്ട്. മലയാളിയുടെയാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു വള ഒരു വളയല്ല, കുറച്ച് സ്വർണം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് പിന്നെ കൊടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തു. പെൺമക്കൾക്ക് കൊടുത്തു. പെൺമക്കളല്ല, മരുമക്കൾക്ക്. ആ പെൺമക്കളില്ല. അപ്പം മരുമക്കൾ ഞങ്ങൾക്ക് പെൺമക്കൾ തന്നെ. ആ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ അത് ഇത്തിരി വലുതായതുകൊണ്ട് അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് പറഞ്ഞു, അത് ഇവിടെ വിൽക്കണ്ട, ഇവിടെ വിറ്റാൽ അവിടുത്തെ അത്രയും ക്വാളിറ്റി ഇവിടെ ഇല്ലെന്ന്.